ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു തക്കാളി കറിയാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന തക്കാളി കറിയല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു തക്കാളി കറിയാണ്. ഈ ഒരു തക്കാളി കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തക്കാളി കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തക്കാളി കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 വലിയ തക്കാളി ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോളയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് കുറുകെ കട്ട് ചെയ്തെടുത്തു. ഒരു പീസ് ഇഞ്ചി കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു. 4 അല്ലി വെളുത്തുള്ളി കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ എരിവുള്ള പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് വേണം കുക്ക് ചെയ്യാൻ വയ്ക്കാനായിട്ട്. നമുക്ക് ആദ്യം പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ നമ്മൾ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മതി, അധികം വേണ്ട. കുറച്ച് കറിവേപ്പില, ഇത്രയും വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ വെള്ളത്തിൽ ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കുമ്പോൾ നമുക്കിതിലേക്ക് ജീരകമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിപ്പോൾ ഇളക്കി കൊടുക്കേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് കുക്കായി തുടങ്ങട്ടെ. അപ്പോൾ അരപ്പിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല, ചെറിയ തരിതരിപ്പോടെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് തരിതരിപ്പോടെ അല്ല കേട്ടോ, എങ്കിലും ഒരുവിധം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് വെള്ളമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തക്കാളി ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കാം കേട്ടോ. ഇത് ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല. നിങ്ങൾ ഒരുപാട് ഗ്രേവിയോടുകൂടി ഈ കറി ഉണ്ടാക്കരുത്. കുറച്ച് ഗ്രേവിയിൽ ഈ കറി ഉണ്ടാക്കുക. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം, അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോൾ അല്ലാതെ കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിന് ഉണ്ടാവും. നമ്മുടെ പച്ചമുളകിന് എരിവുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 2-3 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വറവിടാനായിട്ട് ഉള്ളി നിർബന്ധമാണ് ഈ ഒരു കറിയിൽ. അപ്പോൾ നമുക്ക് ഉള്ളി തന്നെ വേണം. ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് കറി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കുമ്പോൾ തേങ്ങ പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് കറി തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി മാറ്റി വെച്ചിട്ട് കറിയിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ
തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കണ്ടോ, ഇതൊന്ന് കുറുകി വരും കേട്ടോ. വീണ്ടും എന്താണെന്ന് വെച്ചാൽ തിളയ്ക്കും തോറും കറി കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇനി ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം നേരത്തെ കൂടുതൽ ചേർത്തത്. ആദ്യം 1/2 കപ്പ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് വറവിടാനുള്ള പാൻ വയ്ക്കാം. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി വറവിടുക. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണാണ് ഞാൻ കടുക് ചേർക്കുന്നത്. കുറച്ച് കടുക് കൂടുതൽ ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയാറാവുമ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമ്മളൊരു 3 വറ്റൽമുളകും കൂടി എടുത്ത് വയ്ക്കാം. അത്യാവശ്യം ഉള്ളിയൊക്കെ ചേർത്താൽ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഉള്ളി ചേർത്ത് വറവിടുമ്പോൾ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് അതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഈ വറ്റൽമുളകും കറിവേപ്പിലയും കുക്കായി കഴിയുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർക്കാം. നമുക്ക് വറവ് ചേർത്തിട്ട് കറി ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഉടനെ തന്നെ ഉപയോഗിക്കരുത്. ഒന്ന് ചൂട് മാറിയിട്ട് ഉപയോഗിക്കുക. കറി അടച്ചു വെച്ചിട്ട് ഈ വറവിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും എല്ലാം നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് അടച്ചു വെക്കുക ഒരു 10 മിനിറ്റ്. അതിനുശേഷം ചൂട് നന്നായിട്ട് മാറി കഴിയുമ്പോൾ ഉപയോഗിക്കുക. ഈ വറവൊക്കെ അപ്പോൾ ഇളക്കി മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ തന്നെ ഇളക്കി മിക്സ് ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി കറിയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.